മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെ ഇടതുകാലിനു കൂടി ചലനശേഷി കിട്ടി എന്നത് ശത്രുക്കൾക്ക് ഒന്നടങ്കം വലിയൊരു ഷോക്ക് ആവുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും തിരിച്ച് കമലേശ്വരത്ത് എത്തുകയാണ്. അവിടെ വെച്ച് കണ്ണൻ തൻ്റെ ഇടതുകാൽ കൂടി അവരുടെ മുന്നിൽ ചലിപ്പിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ അത് കണ്ട് ദുർഗയും കരുണയും ഉണ്ണിയും ഒന്ന് കണ്ണു തള്ളി നോക്കി നിൽക്കുകയാണ്. തുടർന്ന് ഇനിയിപ്പോൾ അധിക കാലമൊന്നും കണ്ണേട്ടന് ഈ വീൽ ചെയറിൻ്റെ ആവശ്യം വരില്ല, അധികം വൈകാതെ കണ്ണേട്ടന് നടക്കാൻ കഴിയുമെന്നാണ് തോമസ് സാറ് പറഞ്ഞത്. അന്ന് ഞാൻ കണ്ണേട്ടനെയും കൊണ്ട് തോമസ് സാറിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെയും കണ്ണേട്ടനെയും കളിയാക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അന്നും എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ കണ്ണേട്ടന് എന്നെങ്കിലും ആരുടെയും പരസഹായം കൂടാതെ നടക്കാൻ കഴിയുമെന്നെല്ലാം മഹി പറയുമ്പോൾ അത് കേട്ട് പകയോടെയും അസൂയയോടെയും നിൽക്കുകയാണ് കരുണയും ദുർഗയും ഉണ്ണിയും. ഇനി മൂന്നാം ഘട്ട ചികിത്സ കഴിയുന്നതോടെ കണ്ണേട്ടന് മുട്ടിന് മുകളിലേക്കും ചലനശേഷി കിട്ടും. നിങ്ങളെല്ലാവരും വിചാരിച്ചിരുന്നെങ്കിൽ കണ്ണേട്ടന് ഇതിന് മുൻപ് തന്നെ എഴുന്നേറ്റ് നടക്കാൻ കഴിയുമായിരുന്നു. നിങ്ങളാരും പക്ഷേ അതിന് മനസ്സ് കാണിച്ചില്ല എന്നും മഹി പറയുമ്പോൾ അത് താൻ പറഞ്ഞത് ശരിയാണെന്നും ഞാൻ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയാൽ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ സ്വത്തുക്കളൊന്നും കിട്ടില്ല എന്ന് കരുതിക്കൊണ്ടാണ് അന്ന് എന്നെ മരുന്ന് മാറ്റിവെച്ചും മരുന്നിൽ മായം ചേർത്തും തക്ക സമയത്ത് ചികിത്സ നടത്താതെ നിങ്ങൾ ശ്രമിക്കാതിരുന്നത് എന്നെല്ലാം അല്ലേ അമ്മേ എന്നെല്ലാം കണ്ണൻ ചോദിക്കുമ്പോൾ അല്ല മോനെ അങ്ങനെയൊന്നും വിചാരിക്കരുത്. മോൻ്റെ ഇടതുകാല് ചതിച്ച് കണ്ടതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നീ ഇവളുടെ വാക്ക് കേട്ട് ഇപ്പോൾ കമ്പനിയിലടക്കം നടത്തിയ മാറ്റങ്ങളിലേ ഞങ്ങൾക്ക് അമർഷമുള്ളൂ. അമ്മാവനും ഉണ്ണിയൊക്കെ നിൻ്റെ സ്വന്തക്കാരാണ് മോനെ. പെട്ടെന്നൊരു ദിവസം അവർക്ക് മുകളിൽ നീ ഒരാളെ വെച്ചപ്പോൾ ഞങ്ങൾക്ക് ദേഷ്യം തോന്നി. നീ ഇവളുടെ കയ്യിൽ വെറും പാവയായി പോകുന്നതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടെന്നെല്ലാം ദുർഗ പറയുമ്പോൾ അങ്ങനെ വിഷമുള്ളവർ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. ആരും നിങ്ങളെ ഇവിടെ താമസിക്കാൻ നിർബന്ധിക്കുന്നുമില്ല എന്ന് മറുപടി കൊടുത്ത കണ്ണൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ കണ്ണൻ മഹിയെയും കൂട്ടി പോയതിന് ശേഷം മേഘേട്ടൻ പറഞ്ഞതൊന്നും ഇത്തവണയും നടന്നില്ലല്ലോ അമ്മേ. എൻ്റെ അച്ഛനെയും ഉണ്ണിയേട്ടനെയും പോലെ മേഘേട്ടനും ഒരു കഴിവ് കെട്ടവനായി പോയല്ലോ. ഇനി അയാൾ എഴുന്നേറ്റ് നടക്കുന്നത് മാത്രമല്ല, അവൾ അമ്മയാകാൻ പോകുന്നു എന്ന വാർത്തയും നമ്മൾ ഉടനെ കേൾക്കും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇങ്ങനെ കഴിവില്ലാത്തവനായിട്ട് ജീവിക്കാൻ ഉണ്ണിയേട്ടന് നാണമില്ലേ എന്നെല്ലാം കരുണ ചോദിക്കുമ്പോൾ അവനെ പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം? അവളുടെ ദൈവിക ചൈതന്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടക്കാത്തത്. അല്ലെങ്കിൽ കണ്ണൻ ഇത്ര പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. പിന്നീട് കാണിക്കുന്നത് വാമൻ മേഘനോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മേഘ ശരിക്കും ഉണ്ടായത്? കണ്ണൻ്റെ ഇടതുകാലിനും ചലനശേഷി കിട്ടി എന്നാണല്ലോ ദുർഗ വിളിച്ച് പറഞ്ഞതെന്ന് പറയുമ്പോൾ എല്ലാം സെറ്റായതാണ് അച്ഛാ. പക്ഷേ ഇടയ്ക്ക് കയറി ആ മാർക്കോ വന്നു. നമ്മുടെ നീക്കങ്ങളൊക്കെ ആരോ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട്. അതാരാണെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. മഹാലക്ഷ്മി അവളൊരു പ്രത്യേക ജന്മമാണ്. ദൈവങ്ങളെ കൂടെ കൂട്ടി നടക്കുന്നവൾ. കണ്ണനെ ഇങ്ങനെ താങ്ങി നിർത്തുന്നത് അവളുടെ ദൈവിക ചൈതന്യമാണ് എന്നെല്ലാം വാമൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ജുവിനാണെങ്കിൽ ഇതെല്ലാം കേട്ട് വലിയ സന്തോഷമാവുന്നുണ്ട്. കണ്ണേട്ടൻ എന്തായാലും രക്ഷപ്പെട്ടല്ലോ, കണ്ണേട്ടൻ്റെ ഇടതുകാലിനും ചലനശേഷി കിട്ടിയല്ലോ എന്നോർത്ത് വല്ലാതെ തന്നെ സന്തോഷമാവുന്നുണ്ട് കേട്ടോ മഞ്ജുവിന്. ഇതിനിടയിൽ കയറി സീമന്തിന് പറയുന്നുണ്ട്, ഇനി മേഘ ചെയ്തതിനെല്ലാം കണ്ണനോട് മാപ്പ് പറഞ്ഞ് എങ്ങനെയെങ്കിലും തിരികെ കമ്പനിയിൽ കയറാൻ നോക്കുക, അല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കിയത് നീയാണെന്നെങ്ങാനും അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ജോലി കൂടി തെറിക്കും. അതുകൊണ്ട് അച്ഛനും മകനും കൂടി കണ്ണനെയും ഭാര്യയും ഇല്ലാതാക്കാനുള്ള മാർഗം ആലോചിക്കുന്നതിന് പകരം കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാലിൽ ചെന്ന് വീഴാൻ നോക്കുക എന്നെല്ലാം അവരോടായിട്ട് സീമന്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ കരുണയാണെങ്കിൽ മഹാലക്ഷ്മി തിരിച്ചു വരികയും കണ്ണൻ്റെ ഇടത് കാലിനും ചലനശേഷി കിട്ടുക കൂടി ചെയ്തതോടെ ശരിക്കും വയലൻ്റ് ആവുന്നുണ്ട്. ഉണ്ണി പലതും പറഞ്ഞ് കരുണയെ തണുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കരുണ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ വാശിയിൽ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഉണ്ണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ നമ്മുടെ കുഞ്ഞിനെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത്. ഇത്തവണയും പരാജയം ഏറ്റുവാങ്ങി എന്ന് കരുതി അവരെ വെറുതെ വിടാനൊന്നും നമുക്ക് കഴിയില്ല. എന്നെങ്കിലും ഒരിക്കൽ വിജയം നമുക്കായിരിക്കും കരുണ എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല ഉണ്ണിയേട്ടാ. കല്യാണത്തിന് മുൻപ് എൻ്റെ അച്ഛന് അവളെ പലതും ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ആര് വിചാരിച്ചിട്ടും അവളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ശരിക്കും അവളുടെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുകയാണ് കേട്ടോ കരുണ. പിന്നീട് കാണിക്കുന്നത് കരുണയാണെങ്കിൽ പ്രതാപിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛനെ കൊണ്ട് എന്തിനു കഴിയും? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതൊന്നും നടക്കില്ല എന്ന്. അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് അന്നേ എനിക്ക് അറിയാമായിരുന്നു. അവളെ ഇല്ലാതാക്കാൻ നോക്കി അതിൻ്റെ ഇരട്ടി വിജയമാണ് അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ ദാ അയാളുടെ ഇടത് കാലിലും ചലനശേഷി കിട്ടിയിരിക്കുന്നു എന്ന് കരുണ പറയുമ്പോൾ മോള് പറഞ്ഞത് സത്യമാണോ എന്ന് ഞെട്ടലോട് ചോദിക്കുന്നുണ്ട് പ്രതാപൻ. ഇനി അടുത്ത തവണ അയാൾ നടന്നായിരിക്കും വരാൻ പോകുന്നത്. അതുമാത്രമല്ല അവളുടെ കുഞ്ഞുങ്ങൾ ഈ മുറ്റത്ത് ഓടി നടക്കുന്നത് നമ്മൾ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ കരുണ. ശേഷം എന്താ പ്രതാപ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി വരുമ്പോൾ അതമ്മേ കണ്ണൻ്റെ ഇടത് കാലിലും തളർച്ച മാറിയെന്നാണ് മോള് പറഞ്ഞത്. അതുമാത്രമല്ല അടുത്ത മാസത്തെ ചികിത്സയോടുകൂടി കണ്ണൻ്റെ മുട്ടിൻ്റെ മുകളിലേക്കും തളർച്ച മാറുമെന്ന് ഡോക്ടർ ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ് മോള് പറഞ്ഞത്. അതിൻ്റെ ദേഷ്യത്തിലും സങ്കടത്തിലുമാണ് മോള് എൻ്റെ മോൾക്ക് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞ് പ്രതാപൻ നാവെടുക്കുന്നതും മുത്തശ്ശിയാണെങ്കിൽ ആ വാർത്ത കേട്ട ഷോക്കിൽ ഒന്നും മിണ്ടാൻ കഴിയാതെ അവിടെ തളർന്ന് വീഴാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന നല്ലൊരു എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്